ചേട്ടാ, മന്ത്രിസഭയെ നോക്കുകുത്തിയാക്കിയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തത്. VC നിയമനത്തിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നീട്ടിക്കൊണ്ടുപോയ ഒരു സംഭവത്തിൽ പൊടുന്നനെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഗവർണറും മുഖ്യമന്ത്രിയും രഹസ്യമായി നടത്തിയ ചർച്ചയിൽ. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? അല്ല, കേരളം ഒന്നാകെ നെറ്റിച്ചുളിച്ച ഒരു സംഭവമായിരുന്നു അത്. കാരണം പറഞ്ഞ പോലെ 3 വർഷത്തിലധികമായിട്ട് മുൻപ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിൽ തുടങ്ങുന്ന ഒരു പോരാട്ടമാണ് ഇവിടുത്തെ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട പോരാട്ടം. അത് പുതിയ ഗവർണർ ആർലേക്കർ വന്നപ്പോഴും അത് തുടർന്നിങ്ങനെ പോയി. നിയമ പോരാട്ടത്തിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതിയുടെ രാജ്യത്തെ പരമോന്നത നീതിന്യായ സംവിധാനത്തിന് മുന്നിൽ അതുമായി ബന്ധപ്പെട്ട കേസ് ഇങ്ങനെ നിൽക്കുകയാണ്. അതിന് കോടതി ഒരു സൊല്യൂഷനൊക്കെ തന്നെ കണ്ടെത്തി ഒരു പ്രത്യേക സമിതിയെ, മുൻ ജസ്റ്റിസ് ആയിരുന്ന സുധാംശു ധൂലിയ അധ്യക്ഷനായ സമിതിയെ ഒക്കെ തന്നെ നിയമിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അതിനിടയ്ക്കാണ് ഈ പറയുന്ന പോലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം അത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് നേരത്തെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. താൽക്കാലിക VC-മാരാണ്, അവർക്ക് തുടരാം, പക്ഷേ എത്രയും പെട്ടെന്ന് സ്ഥിരം VC-മാരെ നിയമിക്കണമെന്നൊരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന സുധാംശു ധൂലിയ സമിതിയൊക്കെ തന്നെ നിയമിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരെ സഹായിക്കാനായിട്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും നിയമമന്ത്രി P രാജീവും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഗവർണറെ പോയി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഗവർണർ അതിനെ വഴങ്ങിയില്ല. ഗവർണർ പകരം ചോദിച്ചത് നിങ്ങളുടെ മുഖ്യമന്ത്രി എവിടെ, മുഖ്യമന്ത്രി എന്നോട് സംസാരിക്കട്ടെ എന്നൊരു പിടിവാശിയാണ് അദ്ദേഹം എടുത്തത്. അങ്ങനെ ഇവര് തിരിച്ചു പോരുന്നു. അതിന് പിന്നാലെ ഈ വിവരം എന്താ പറയുക, സുധാംശു ധൂലിയ സമിതി അറിയുന്നു, അത് കോടതിയെ അറിയിക്കുന്നു. കോടതി അപ്പോൾ പിറ്റേന്ന് കേസ് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് ഇനി നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ തന്നെ ഇതിന്റെ നിയമനം നടത്തിക്കൊള്ളാം എന്ന അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി, ശക്തമായ ഒരു നിലപാടിലേക്ക് കോടതി പോവുകയായിരുന്നു. അങ്ങനെയാണ് പൊടുന്നനെ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ച നടക്കുന്നത്. ഗവർണറുടെ ആവശ്യപ്രകാരം മുഖ്യമന്ത്രി പോയി കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പോയി കാണുന്നു. അന്ന് ഞായറാഴ്ച 14-ാം തീയതി ഞായറാഴ്ചയാണ് 2 തവണ രാവിലെ വൈകിട്ടുമായിട്ട് 2 തവണ മുഖ്യമന്ത്രിയും ഗവർണറും കൂടിക്കാഴ്ച നടക്കുന്നു. ആ കൂടിക്കാഴ്ചയില് തീരുമാനങ്ങളാകുന്നു, എല്ലാം കോംപ്രമൈസ് ആകുന്നു, നിയമനം റെഡിയാകുന്നു. ഈ പറയുന്ന പോലെ ഡിജിറ്റൽ സർവകലാശാലയില് സജീവ് ഗോപിനാഥും സാങ്കേതിക സർവകലാശാലയില് സിസ തോമസിനെയും, അത് സിസ തോമസ് എന്ന് പറയുന്നത് ഗവർണറുടെ നോമിനിയാണ്, സജീവ് ഗോപിനാഥ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ആളാണ്. അതിനുവേണ്ടിയുള്ള ഒരു കടുംപിടുത്തമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് പങ്കുവെച്ചുകൊണ്ട് വീതം വെച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കണ്ടു. എന്നാൽ അതിന്റെ രസമെന്ന് പറയുന്നത് ഈ വിഷയം മുഖ്യമന്ത്രി അവിടെ ചെല്ലുന്നു, കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുന്നു, വരുന്നു, പിന്നീട് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. അന്ന് രാത്രി തന്നെ ഗവർണറെ VC-മാരെ നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കുന്നു. പിന്നീട് കോടതിയെ അറിയിക്കാനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോകുന്നു. എന്നാൽ ഈ വിഷയം മന്ത്രിസഭ, താൻ തലവനായിട്ടുള്ള മന്ത്രിസഭയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി. അതിനുശേഷമുള്ള ഈ മന്ത്രി R ബിന്ദുവിന്റെ ഒരു പ്രസ്താവനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. R ബിന്ദു പറഞ്ഞത് ഇപ്രകാരമാണ്: അന്ന് ഞങ്ങൾ പോയി കണ്ടപ്പോൾ ഗവർണർ വഴങ്ങിയില്ല, മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു, പിന്നീട് മുഖ്യമന്ത്രി പോയി കണ്ടു, അങ്ങനെ ആ പ്രശ്നം സോൾവ് ആയി. അവര് തമ്മില് ചർച്ച ചെയ്ത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ തനിക്ക് അറിയത്തില്ല. അവര് തമ്മിലാണ് ചർച്ച നടത്തിയത്. അതിന് ആ ചർച്ചയിൽ ഞാനില്ല, വകുപ്പ് മന്ത്രിക്ക് അറിയില്ല. അത് സത്യമാണ്. അവര് തമ്മിൽ ചർച്ച നടത്തിയ കാര്യങ്ങൾ അറിയത്തില്ല. അവര് തമ്മിലാണ് കൂടിക്കാഴ്ച. പക്ഷേ അവര് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കൊടുക്കലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡീലിംഗ് ആണെങ്കിൽ മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല. അവർ രണ്ടും അറിഞ്ഞാൽ മതി. ഇതങ്ങനെയല്ല. ഒരു മന്ത്രിസഭയുടെ തലവനാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ അത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ മന്ത്രിസഭയെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട്. ഒന്നുമല്ലെങ്കിൽ ആ വകുപ്പ് മന്ത്രി R ബിന്ദുവിനെങ്കിലും അറിയിക്കേണ്ടതാണ്. പക്ഷേ അറിഞ്ഞില്ല. ആ സംഭവം മുഖ്യമന്ത്രി, മന്ത്രിസഭയുടെ തലവൻ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി വിഷയം മന്ത്രിസഭയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതിനെതിരെ അത് തുറന്നു പറയുന്ന ഒരു എന്താ പറയുക, ഒരു സാധാരണ ഭാഷയിലാണെങ്കിൽ പോലും ഒരു ജനാധിപത്യ രീതിയല്ല, അതായത് അല്ലെങ്കിൽ നേരത്തെ CPI പറഞ്ഞ പോലെ ഒരു ഒറ്റയാൾ പട്ടാളത്തെ പോലെ മുഖ്യമന്ത്രി ഇങ്ങനെ പോവുകയാണ്. താൻ തീരുമാനമെടുത്ത് അതൊന്നും ആരെയും അറിയിക്കേണ്ട കാര്യമില്ല. താൻ മുഖ്യമന്ത്രിയാണല്ലോ, തലവനാണല്ലോ മന്ത്രിസഭയുടെ. അതുകൊണ്ട് തനിക്ക് എന്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാമെന്ന ഒരു നിലയിൽ മുഖ്യമന്ത്രി അങ്ങനെ പോവുകയാണ്. അതിന്റെ ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ മന്ത്രി പോലും അറിഞ്ഞില്ല, മന്ത്രിസഭ പോലും അറിഞ്ഞില്ല. മന്ത്രിസഭയെ ഒന്നാകെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തത്. അതിന്റെ കാര്യം എന്താണെന്നുള്ളതാണ് ജനങ്ങൾക്ക് മനസ്സിലാകാത്തത്. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇങ്ങനെ ഒരു പോരാട്ടത്തിലാണ്. സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ഏജന്റാണ് എന്നാണ് ഗവർണറെ കഴിഞ്ഞ കുറെ കാലമായിട്ട് CPM-ഉം LDF-ഉം ഒക്കെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, CPI ഉൾപ്പെടെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വലിയ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുകയാണ്. തെരുവിലേക്ക് യുദ്ധം നീളുന്നത് നമ്മൾ കണ്ടുവല്ലേ. SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകള് നിരന്തരം സമര പരമ്പരകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സർവകലാശാലകൾ കത്തിക്കുന്ന നിലയിലേക്ക് പോകുന്നു. അവരൊക്കെ തന്നെ ഒന്നുമല്ലാണ്ടാകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ നമ്മൾ കണ്ടത്. ഇങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നെങ്കിൽ എന്തിനെത്ര വലിച്ചു നീട്ടി ഇത് വഷളാക്കി എന്നൊരു ചോദ്യമാണ് വരുന്നത്. അവിടെ അതിന് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. എന്ത് ഒരു മാന്ത്രികതയാണ് അതിനിടയ്ക്ക് നടന്നത്.
അത് ഇവർ പറയണമല്ലോ, മുഖ്യമന്ത്രി പറയണമല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി സ്വയം പറയുന്നത് താൻ സംഘപരിവാറിനെതിരായ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്, ഗവർണർക്കെതിരായ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ആ പോരാട്ടത്തിന് മുഖ്യമന്ത്രിക്ക് ശേഷിയില്ലാതായോ അല്ലെങ്കിൽ പോരാട്ടം നടത്താൻ പറ്റാത്ത വിധം എന്തെങ്കിലും ഒരു ബന്ധനം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഉയരുക കൂടി ചെയ്യുന്നുണ്ട്. അതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. അതൊന്നും നടക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തില് അതിനുശേഷം നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തില് എല്ലാവരും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നു, വലിയ വിമർശനം ഉന്നയിച്ചു എന്നൊക്കെയാണ് പുറത്തു വന്ന വാർത്തകൾ. അത് ശരിയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് നമുക്ക് വിലയിരുത്താം. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഒറ്റയാനായിട്ട് പോകുമ്പോൾ അത് പറ്റില്ല, അതിനെതിരെ ചില ശബ്ദങ്ങളുണ്ട് എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിന്നീട് ഒരു പത്രക്കുറിപ്പ് ഇറക്കി, അതൊന്നും ശരിയല്ല, മുഖ്യമന്ത്രി ആരും തള്ളി പറഞ്ഞിട്ടില്ല, അവർക്ക് അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ, അത്തരത്തിൽ നടന്നെങ്കിൽ പോലും അങ്ങനെ പറയാൻ കഴിഞ്ഞത്തുള്ളൂ. എന്തായാലും ആ രീതിയിൽ അവിടെ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കാരണം ചർച്ച നടത്തുന്ന സെക്രട്ടേറിയറ്റിലെ പല കാര്യങ്ങളും പിന്നീട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ രീതിയിൽ ആരെങ്കിലും ചോർത്തി കൊടുക്കുന്നതായിരിക്കും മാധ്യമങ്ങൾക്ക്, അല്ലാതെ മാധ്യമങ്ങൾ വെറുതെ അത്തരത്തിൽ വാർത്ത അടിക്കത്തില്ല. മുഖ്യമന്ത്രിയുടെ ഇത്തരം നയങ്ങള് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയൊരു ഈ CPM-ന്റെ തോൽവിക്ക് കാരണമായിട്ടല്ലേ ശരിക്കും ജനങ്ങൾക്കിടയിൽ? ആ രീതിയിലാണ് ഇപ്പൊ ചർച്ച പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഒന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ ദുർബലനാക്കിയിട്ടുണ്ട്, ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. CPI തന്നെ വലിയ ശക്തമായിട്ടുള്ള വിമർശനമായിട്ട് രംഗത്ത് വരെ നമ്മൾ കണ്ടല്ലോ. CPI പറയുന്നത് എന്താണ്? ഭരണവിരുദ്ധ വികാരമുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ വിഷയത്തിൽ ബാധിച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും സമ്മതിക്കുന്നില്ല. CPM പുറമേ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPM ആ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി ഒക്കെ തന്നെ തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അദ്ദേഹം ഈ എന്താ പറയുക വൈരുദ്ധാത്മക ഭൗതികവാദം ഒക്കെ പറഞ്ഞുകൊണ്ട് താത്വികമായ അവലോകനം നടത്തി ആർക്കും മനസ്സിലാവാത്ത ഭാഷയിലാണ് പറഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ അവലോകന യോഗങ്ങളിൽ വലിയ വിമർശനം നടക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നമ്മൾ കണ്ടു, പത്തനംതിട്ടയില് പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്ത വിഷയത്തിൽ ഉൾപ്പെടെ വലിയ വിമർശനമുണ്ടായി. ഇന്നലെ തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റി യോഗമായിരുന്നു, അവലോകന യോഗമായിരുന്നു. അതിനകത്ത് രൂക്ഷമായ വിമർശനമുണ്ടായി. ശബരിമല സ്വർണ്ണക്കൊള്ള അതിനകത്ത് ബാധിച്ചു. ഒപ്പം തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് മുഖ്യമന്ത്രി സ്വന്തം കാറിൽ ഈ പറയുന്ന പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ചിന്തിറങ്ങിയത് ശരിയായില്ല. ആ വേദിയിൽ യോഗി ആദിത്യനാഥിനെ പോലൊരു വ്യക്തിയുടെ ആശംസാ സന്ദേശം വായിച്ചത് ശരിയായില്ല. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ. ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയിൽ വിഭാഗീയതയുണ്ട്. സർക്കാരിന് തോന്നിയ വഴിക്ക് പോവുകയാണ്. അതിൽ ഒരു പാർട്ടിക്കൊരു നിയന്ത്രണമില്ല, അങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, പാർട്ടിക്ക് നിയന്ത്രണം വേണം. എന്താണ് പറയുന്നത്? പാർട്ടിക്ക് നിയന്ത്രണം വേണം, സർക്കാർ തോന്നിയ വഴിക്ക് പോകുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമാണ്. മുഖ്യമന്ത്രിയാണല്ലോ ഈ സർക്കാരിന്റെ തലവനെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഈ പറയുന്നത് പോലെ ഒരു വിഭാഗം നേതാക്കള്, ചെറിയ നേതാക്കള്, ജില്ലാ തലങ്ങളിലെ നേതാക്കളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ട്. അത് സംസ്ഥാന നേതാക്കളാണ്, മുഖ്യമന്ത്രിയും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ് ഈ കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും പുറത്തു പറയാൻ പറ്റാത്ത വിധം അവർക്ക് പറ്റത്തില്ല. ഈ പറയുന്ന എന്താ പറയുക തോൽവിക്ക് കാരണം സർക്കാർ വിരുദ്ധ തരംഗമാണ് എന്നൊക്കെ CPM-ന് സമ്മതിക്കാൻ പറ്റത്തില്ല. ആ സമ്മതിച്ചാൽ അത് പിണറായി വിജയന്റെ തോൽവിയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അവർ സമ്മതിച്ചിട്ട് പിന്നീട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മുന്നിൽ അവർക്ക് പോകാൻ കഴിയില്ല. ആ വലിയ പ്രതിസന്ധി അവർക്ക് മുന്നിൽ. പിന്നെ ആരും മുന്നിൽ നിർത്തുന്ന ചോദ്യമുണ്ടല്ലോ, അവർ ഈ കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന നിരവധി ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയാൽ പിന്നീട് മുഖമായിട്ട് ആര് എന്നുള്ള വലിയൊരു ചോദ്യം ഉയരുകയാണ്. അതവർക്കില്ല. അപ്പോഴേ അതുവരെ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഭരണവിരുദ്ധ വികാരം ഇനിയിപ്പോൾ എത്രത്തോളം ഉണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് ഉണ്ടെന്നുള്ള കാര്യം അതുവരെ സമ്മതിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു ഫലം വലിയ അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലാകും ഉണ്ടാവുക. എന്തായാലും പിണറായി വിജയൻ ഈ തോൽവിയോടുകൂടി വലിയ രീതിയിൽ ദുർബലനായിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നോട്ട് പോയാൽ അത് ശരിയാകില്ല എന്നുള്ള തോന്നൽ പാർട്ടിക്കുള്ളിലെ പല നേതാക്കൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പോലെ VC നിയമനത്തിന്റെ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനമാണെങ്കിലും ഇപ്പോൾ ഈ നടക്കുന്ന ജില്ലാ തല അവലോകന യോഗങ്ങൾ, പാർട്ടിയുടെ മീറ്റിങ്ങുകളിലൊക്കെ തന്നെ, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലൊക്കെ തന്നെ വരുന്ന വിമർശനങ്ങളും എല്ലാം മുഖ്യമന്ത്രി ഇനി വിട്ടാൽ പറ്റത്തില്ല. എതിർ സ്വരങ്ങൾ ഉയരണം. ആ ധാർഷ്ട്യത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ഒറ്റയാൾ പട്ടാളം പോലെയുള്ള പോക്കിനെതിരായിട്ടുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ നിലപാടുകളും ഉണ്ടാക്കണമെന്ന് ഒരു വിഭാഗത്തിനെങ്കിലും തോന്നുന്നുണ്ട്. അത് ഒരുപക്ഷെ പാർട്ടിയെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളായിരിക്കാം. അത് എത്രത്തോളം ആ പാർട്ടിയെ രക്ഷിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.